ഹലോ ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അനദർ വ്ലോഗ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് എന്ത് ചെയ്യണം ഇങ്ങനെ ട്വിസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വോയിസ് ഓവർ ആയിട്ട് കൊടുക്കുന്നത്, കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ അതായത് അപ്പം തന്നെ ലൈവ് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ 2-3 പ്രാവശ്യം അത് ചെയ്തപ്പം കുറച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ ഈ വോയിസ് കൊടുക്കാം എന്ന് വിചാരിച്ചു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ സെന്തിലേട്ടന് പുറത്ത് പോകേണ്ട കാര്യമുണ്ട്. അതായത് ഉച്ചയ്ക്ക് ഉണ്ടാവില്ല ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചോറുണ്ടാക്കി വെറുതെ കഷ്ടപ്പെടേണ്ട. എനിക്കും ഐ എം നോട്ട് എ ചോർ പേഴ്സൺ ഇപ്പോൾ. അപ്പോൾ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചപ്പാത്തി ആക്കാം. അതാകുമ്പോഴത്തേക്കും പിയയ്ക്കും ചപ്പാത്തി ഒരു സ്റ്റഫിംഗ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇഷ്ടമാണ്. ഞാനും ചപ്പാത്തി കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു. ആകെ കൊണ്ടുപോകുന്നത് ചപ്പാത്തിയാണ് കേട്ടോ പിയ. അതായത് ചോറല്ലാണ്ട് കൊണ്ടുപോകുന്നത് അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് രാവിലത്തെ ഇഡ്ഡലി ദോശ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. രാവിലെ ഇപ്പോൾ നല്ല മഴയുണ്ട്. എനിക്ക് മഴ, തണുപ്പ്, വിടപ്പം കാലം പുതച്ച് മൂടി കിടക്കാൻ നല്ല സുഖമുണ്ടാവും എന്നറിയാം. പക്ഷേ നമ്മൾ പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു മടിയും വേണ്ട, അങ്ങനെ എണീറ്റ് ചാടിത്തുള്ളി സംഭവങ്ങളൊക്കെ ആ മഴയുടെ ഒച്ച ഒക്കെ കേട്ട് എന്താ പറയുക, ആ ഒരു തണുത്ത പ്രഭാതത്തിൽ ഞാനങ്ങോട്ട് റെഡിയായി തുടങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് പുട്ടും കടലക്കറിയും ഉണ്ടാക്കാമെന്നും പിന്നെ ചപ്പാത്തിയും കടലക്കറി ഉണ്ടല്ലോ, പിന്നെ കുറച്ച് ചിക്കൻ, മിൻസ്ഡ് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ആ മിൻസ്ഡ് ചിക്കൻ വെച്ചിട്ടൊരു സ്റ്റഫിങ് ആക്കിയിട്ട് പിയയ്ക്ക് അതും കുറച്ച് ചീസും ഒക്കെ വെച്ചിട്ട് ഒരു സംഭവം ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ്. അത് ദിവസം കഴിച്ചാൽ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്നാൽ അത് കൊടുക്കാമെന്ന്. ആൾ ഭയങ്കര ചൂസ് ഈറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പണിയാണ് അവളുടെ കാര്യം. എന്താണെങ്കിലും പോട്ടെ. അപ്പോൾ ഞാൻ രാവിലെ ഇതേ നമ്മുടെ തട്ടിക്കൂട്ട് കടലക്കറി വെക്കുകയാണ് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ സവാള, തക്കാളി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കോളേജിൽ ഫസ്റ്റ് ഇയേഴ്സൊക്കെ വരുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ ഇന്ന് സാരി കൊടുത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വേഷമാണ് സാരി. എനിക്ക് ഉടുക്കാനും ഇഷ്ടമാണ്, എനിക്കത് ക്യാരി ഓഫ് ചെയ്യാനും ഇഷ്ടമാണ്. ഭയങ്കര സന്തോഷമാണ് സാരി ഉടുക്കുമ്പോൾ. എനിക്ക് ആ പ്രൊഫസർ ജയന്തി ആ ഒരു ഫീൽ വരും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ പോകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പ്ലേറ്റ് ശരിയായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ പണി പാളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കാറില്ല. പിന്നെ നമ്മൾ ഇതെല്ലാം കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സാരി ഉടുത്ത് പോകുമ്പോഴത്തേക്കും സാരി ഉടുത്താൽ കുറച്ച് ഒരുങ്ങിയൊക്കെ പോകണമല്ലോ, അപ്പോഴതിനുള്ള സമയം കിട്ടാറില്ല. പക്ഷേ ഇന്ന് ഞാൻ തലേ ദിവസമേ എല്ലാം പ്ലാൻ ചെയ്ത് സാരി ഉടുത്തേ ഞാൻ പോകൂ എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് ഈ സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വെച്ച് തരും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. മറ്റേ നമ്മൾ തന്നെ എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇതാകുമ്പോൾ പ്ലീറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ റെഡിമെയ്ഡ് സാരി ഉടുക്കുന്ന പോലെ ടപ്പേ എന്ന് പറഞ്ഞ് ഉടുക്കാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ പ്ലീറ്റൊക്കെ അമ്മ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ ഇത് ഉടുക്കണം എന്ന് വിചാരിച്ചു. പിന്നെ സമയം കിട്ടാണ്ട് തിരിച്ചെടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഉടുക്കണം എന്നും പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിച്ചണിലെ പരിപാടികൾ തീർത്ത് ഒരു 10 മിനിറ്റ് മുന്നേ കിച്ചണിൽ നിന്ന് ഇറങ്ങണം എന്നാണ് എൻ്റെ ധാരണ. പക്ഷേ യൂഷ്വലി പോകുന്നത് പോലെ തന്നെ നമ്മൾ താമസിച്ചു. കുക്കിംഗ് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം ഈ സ്റ്റഫിങ് കഴിഞ്ഞ പ്രാവശ്യം ഏട്ടൻ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും പിക്ക് അതത്ര ഇഷ്ടമായില്ല. അതിൻ്റെ കാരണം ആ ഫില്ലിങ് വെച്ചതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ശരിയായില്ല. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്ക് പറയും, എന്നോട് ചോദിക്കും ഇതാരാ വെച്ചത് അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പൊട്ടറ്റോ ഫ്രൈനെക്കാട്ടിലും ഏട്ടൻ ഉണ്ടാക്കുന്ന പൊട്ടറ്റോ ഫ്രൈ ആണ് നമുക്ക് ഇഷ്ടം. അച്ഛൻ്റെ പൊട്ടറ്റോ ഫ്രൈ ആണ് നല്ലതെന്ന് പറയും. അതുപോലെ അമ്മയുടെ ഇന്ന സാധനമാണ് നല്ലത്, അങ്ങനെ അവർക്ക് അറിയാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പിക്കി ചൂസി ഈറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചാൽ അതും കൂടെ അങ്ങ് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായല്ലോ എന്ന്. അപ്പോൾ ഏട്ടനും കുറച്ച് രാവിലെ ഇറങ്ങിയാൽ വേണം. അപ്പോൾ പിന്നെ വന്നിട്ട് പാക്കിംഗ് ഒക്കെ ആൾക്കും ബുദ്ധിമുട്ടും. അപ്പോൾ ഇപ്പം തന്നെ എല്ലാം ടിഫിൻ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസിയായി എന്ന് വിചാരിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ ഇതേ പാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇപ്പുറത്ത് പുട്ടിന് വേണ്ടി നനച്ചുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്റ്റീംഡ് പുട്ടുപൊടിയല്ല, ഇത് നമ്മൾ സാധാരണ പൊടിച്ച പുട്ടുപൊടിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മണവും രുചിയും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ പുട്ടും ഉച്ചയ്ക്ക് ചപ്പാത്തി. എനിക്ക് മോക്ക് മാത്രം മതി, ഏട്ടന് വേണ്ട. അപ്പോൾ തട്ടിക്കൂട്ട് സെറ്റപ്പാണ് ഇന്ന് കേട്ടോ. വലിയ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ ചീറ്റാൻ തുടങ്ങി. ഇപ്പോൾ ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിയ തനിയെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. രാവിലെ അവർ വളരുന്നതിൻ്റെ ഒരു സ്റ്റേജസ് ആണല്ലോ.
അതായത് പണ്ട് തന്നെ കിടന്നുറങ്ങില്ലായിരുന്നു. ഞാൻ കൂട്ടിക്കൊണ്ട് പോകണമായിരുന്നു. അതായത് എപ്പോഴും നമ്മൾ പോകുമ്പോഴത്തേക്ക് കാണാറുണ്ടല്ലോ വീഡിയോസിൽ അവളെ എടുത്തിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ അവളോട് ഇരുന്ന് സംസാരിച്ചു. ഞാൻ ജസ്റ്റ് വേറൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, പിയ അമ്മയുടെ ഫ്രണ്ട്സ്, അമ്മയുടെ കൂടെ വരുന്ന ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ ഒക്കെ മക്കൾ ഭയങ്കര ഇതായിട്ട് അവർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അവരും പിയനെക്കാട്ടിയും ചെറിയ കുട്ടികളുണ്ട്, പിന്നെ വലിയ ചേട്ടന്മാരുണ്ട്, ഇവരെല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ പിയയും ഭയങ്കര സേഫാണ് ഇവിടെ. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫ്ലാറ്റാണ്, നമുക്ക് സെക്യൂരിറ്റീസ് ഉണ്ട്, പിന്നെ നമുക്ക് ഡോർ ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ പിയുടെ ഉറക്കം ഡിസ്റ്റർബ് ആവും എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയില്ല. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയതാണ്, ഏൽക്കുന്നെങ്കിൽ ഏൽക്കട്ടെ. പക്ഷേ അത് ഏറ്റു ഗൈസ്. അപ്പോൾ തൊട്ട് പിന്നെ പിയ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, "ഓ അമ്മ, അപ്പോൾ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി. എൻ്റെ അച്ഛൻ്റെ ഫോൺ എൻ്റെ അടുത്ത് വെച്ചിട്ട് അമ്മ ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ട് എന്നെ വിളിക്കണ്ട, പോവാന്ന് പറയണ്ട, എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു." അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് കുട്ടികൾ. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഏട്ടനാണ് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞു തന്നത്. കാരണം എന്തോ ഒരു പേടി അവൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതായത് ഇങ്ങനെ നമ്മൾ മിണ്ടാണ്ട് പോയപ്പോഴത്തേക്കും എപ്പോഴോ ഇവിടെ എണീറ്റപ്പോഴത്തേക്കും എന്തോ കണ്ട് പേടിച്ചതായിരിക്കില്ല, അവൾ ചിന്തിച്ച് പേടിക്കുന്നതാണല്ലോ. അപ്പം ഇരുട്ടും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് പേടിച്ചിട്ടുണ്ട് പാവം. അപ്പോൾ അതുകൊണ്ടാണ് അതിനുശേഷം ഭയങ്കര ടെൻഷനാണ്, നമ്മൾ ഇട്ടിട്ട് പോവുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പേടി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാം. നമ്മളവരെ കൺവിൻസ് ചെയ്താണ് കാര്യം, സിറ്റുവേഷൻ ഇങ്ങനെയാണ്, എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെയാണ്. ഞാനിപ്പോൾ ഇത്രേ പറഞ്ഞുള്ളൂ അവളോട്. ഇങ്ങനെ ബാക്കി കുട്ടികളൊക്കെ അങ്ങനെയാണ്, ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവർ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ പിയയ്ക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ എന്നോട് ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് റെസ്പോൺസ് കിട്ടുമെന്ന് വിചാരിച്ചേ ഇല്ല കേട്ടോ. "ഇല്ല അമ്മ, ഞാൻ വരില്ല, അങ്ങനെ ഞാൻ വരും, എന്നെയും കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിചാരിച്ചത്." പക്ഷേ ആൾ പറഞ്ഞു, "ഇല്ല കുഴപ്പമില്ല, ഓക്കെ, ഇങ്ങനെ അമ്മ വിളിക്കാണ്ട് പോയാൽ മതി, ഫോൺ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി" എന്ന് പറഞ്ഞു. അതെന്തായാലും നന്നായി. അതിനുശേഷം ആൾക്കറിയാം നമ്മളിപ്പോൾ ഉടനെ വരും. കണ്ണ് തുറന്നാലും ആൾ പേടിക്കാറില്ല, തിരിച്ച് വരും എന്നറിയാം. ഒരു ദിവസം മാത്രമേ ഏട്ടൻ്റെ ഫോണിൽ അലാം വെച്ചിട്ടുണ്ടായിരുന്നു, 5:30 എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അലാം കേട്ടിട്ട് ആൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഇതുവരെ കുഴപ്പമില്ലാണ്ട് ടച്ച് വുഡ് പ്രശ്നമൊന്നും ഇല്ലാണ്ട് ആൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ അവളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നില്ല. ഇടയ്ക്കൊന്ന് എണീറ്റ് ഉറങ്ങി ആ ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താണെങ്കിലും പ്രശ്നമില്ല. അപ്പം നമ്മുടെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു സത്യം മനസ്സിലാക്കുന്നത്, മോള് വളർന്നു തുടങ്ങി, വലുതായി തുടങ്ങി, പ്രയോറിറ്റീസ് മാറി തുടങ്ങി എന്നൊക്കെ ഉള്ളതാണ്. ആസ് എ പാരൻറ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത് ഒന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇപ്പം അതായത് നമ്മൾ എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ ഇപ്പം വേണ്ട, ഐ ക്യാൻ ഡു ഇറ്റ് ബൈ മൈസെൽഫ് എന്നുള്ളൊരു തോട്ട്, അല്ലെങ്കിൽ അവൾ പല കാര്യത്തിലും വേണ്ട ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുമല്ലോ, കുട്ടികൾ നമ്മളുടെ ഒരു സ്നേഹം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ നിൽക്കുക, മാക്സിമം അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വൺസ് അവരൊന്ന് ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മുടെ ആവശ്യമില്ലാണ്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും മാറും, അവരുടെ പ്രയോറിറ്റീസ് മാറും, അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളോടൊപ്പം ആയിരിക്കില്ല, ചിലപ്പം അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയും കണ്ടും ആ പ്രായത്തിനനുസരിച്ച് എന്തൊക്കെ ചെയ്തു കൊടുക്കാമോ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതാണ് ഞാൻ ആസ് എ പാരൻ്റ് ഞാൻ പിയിൽ നിന്ന് പഠിച്ചത് അതാണ്. അപ്പോൾ അതേ ചപ്പാത്തി, അയ്യോ ഞാൻ എൻ്റെ കറി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ഒന്നുമില്ല, കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല ഇല്ല, പെരുംജീരകപ്പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ മസാല കുറച്ച് ഇത്ര ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുരുമുളക് പൊടി ഇട്ടിട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്ര ഇട്ടിട്ട്, വേറെ സവോളയൊന്നുമില്ല, സവോളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവൾ അതിൻ്റെ അകത്ത് നിന്നൊക്കെ എടുത്ത് കളയും. അപ്പോൾ അതുകൊണ്ട് അത് ഇത്രയും മാറ്റിയിട്ട് ജസ്റ്റ് നമ്മുടെ ഒരു ചിക്കൻ ഒന്ന് എന്താ പറയുക, പൊടിച്ച ചിക്കൻ പോലെ അങ്ങനത്തെ സംഭവമാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ എന്താണ് എൻ്റെ പേര്, എഗ്ഗൊക്കെ സ്ക്രാമ്പിൾ ചെയ്യില്ലേ, അതേപോലെ ഇരിക്കും കാണുമ്പോഴത്തേക്കും. പക്ഷേ ടേസ്റ്റ് വൈസ് നല്ല രസമാണ് കേട്ടോ. കാരണം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് എല്ലാത്തിലും നന്നായിട്ട് മസാലയൊക്കെ കയറും. അങ്ങനെ അതൊക്കെ സെറ്റായിട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഒരു സ്പൂൺ ഓഫ് സോയാ സോസും കൂടെ ഒഴിക്കണം കേട്ടോ. അത് ഭയങ്കര സോഫ്റ്റ് ആവാനും ആ ഒരു ടേസ്റ്റിന് ഭയങ്കര ഡിഫറൻസ് തരും. അപ്പം ഒന്നുകൂടെ പറയാം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് സോയ സോസ്, ഇത്രയും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ ചിക്കൻ സെറ്റാക്കി എടുത്തിരിക്കുന്നത്. ഇച്ചിരി നേരം അടച്ച് വെച്ചാൽ മതി, പിന്നെ തുറന്ന് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. പെട്ടെന്ന് വേവും, കാരണം ഇത് മിൻസ്ഡ് ചിക്കൻ ആണല്ലോ. അങ്ങനെ അപ്പോൾ ആ സമയത്ത് 4 ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി നമുക്ക്. കാരണം എനിക്ക് 2 പിക്ക് 2 അത്രയും മതി, വേറെ ആരും ഇല്ലല്ലോ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ 4 ചപ്പാത്തിക്ക് വേണ്ടി അത് ഇത്തിരി വലുതായിട്ട് തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും ചെയ്തു. ഇപ്പോൾ ചപ്പാത്തി എക്സ്പേർട്ടാണ് ഞാൻ കേട്ടോ. ഭയങ്കര സ്പീഡിൽ എനിക്ക് പരത്താൻ പറ്റും. എനിക്കൊരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നൊരു സാധനമല്ല ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പണ്ടങ്ങനല്ല, ആദ്യമെല്ലാം ഇട്ട് പിന്നെ ഇടയ്ക്ക് പേപ്പർ വെച്ച് ഇങ്ങനെ പരത്തി വെച്ചിട്ട് പിന്നെ അവസാനം ചുടുക, അങ്ങനത്തെ ഒരു സാധനം. ഇപ്പം അങ്ങനെയല്ല, ഒരു സൈഡിൽ പരത്തുന്നു, ഒരു സൈഡിൽ ചുടുന്നു, അങ്ങനെ എന്താണ് ഇവിടെ കല്യാണം അവിടെ പാല് വെച്ച്
എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പോകുന്നുണ്ട്. എക്സ്പീരിയൻസ് ആണല്ലോ നമ്മളെല്ലാം പെർഫെക്റ്റ് ആക്കുന്നത് അല്ലേ. അങ്ങനെ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കുക്കിംഗ് ചെയ്ത് തുടങ്ങുന്ന ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഇതൊന്നും നമ്മൾ മുന്നേ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ താനെ പഠിച്ചോളൂ. നമ്മളെന്തും അങ്ങനെയാണ്. ഒരു വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീന്തും. നീന്തൽ അറിയാത്തവരും നീന്താൻ ശ്രമിക്കും, അത്രയേ ഉള്ളൂ. ചിലർ മുങ്ങിപ്പോവും, ചിലർ പൊങ്ങി വരും, അത്രയേ ഉള്ളൂ. എല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ ലോകത്ത്. ഇതേണ്ടേ ഈ ചായയടിയുടെ ഫാൻസ് കുറേ പേരുണ്ട് കേട്ടോ. ചേട്ടനിൽ അടിപൊളി ചായയടിയാണല്ലോ എന്നാണ് പറഞ്ഞത്. അനിത ടീച്ചറാണ് കേട്ടോ, എൻ്റെ കൂടെയുള്ള അനിത ടീച്ചറാണ് ഇപ്പോൾ പറഞ്ഞത്. ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ ചായയടി ഭയങ്കര രസമാണല്ലോ എന്നുള്ളത്. ശരിയാണ് കേട്ടോ. അടിച്ച് പതപ്പിച്ച ചായ, ഈവൻ ദോ എനിക്ക് പഥ ഇഷ്ടമല്ലെങ്കിലും അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു ചായ, രാവിലെ ചേട്ടൻ്റെ ചായ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു കിക്കാണ്. അത് ഞാൻ തന്നെ ഉണ്ടാക്കി കുടിക്കുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടമാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, വേറൊരാൾ ചായ ഇട്ട് തരുമ്പോൾ. പക്ഷെ എനിക്ക് എല്ലാവരും ചായ ഇട്ട് തരുന്ന ഇഷ്ടമല്ല കേട്ടോ. എല്ലാവരുടെയും ചായയുടെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് എൻ്റെ ചായ ഇഷ്ടമാണ്, എൻ്റെ അമ്മയുടെ ചായ ഇഷ്ടമാണ്, ഏട്ടൻ്റെ ചായ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ക്യാൻറ്റീനിലെ, അതായത് കോളേജിലെ ക്യാൻറ്റീനിലെ നമ്മുടെ മാമൻ്റെ ചായയും ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല അടിപൊളി ചായയാണ്. വേറെ ആരുടെയും ചായ അങ്ങോട്ട് ശരിയാവാറില്ല. അപ്പം വേണ്ടേ ഇതാണ് പിയയുടെ ചപ്പാത്തി റോള്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചീസ് വയ്ക്കും കുറച്ച്, അതായത് ഒരു ചപ്പാത്തിക്ക് ഒരു സ്ലൈസ് ഓഫ് ചീസ് വയ്ക്കും. പിന്നെ ഇത് പാസ്ത പിസ്സ സോസാണ് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് എന്ന് വെച്ചാൽ കഴിക്കാനൊന്നും ഇങ്ങനത്തെ എന്താണെങ്കിലും സോസസ് ആണെങ്കിലും എന്താണെങ്കിലും പ്രിസർവേറ്റീവ്സ് ഉള്ള എന്ത് സാധനം ആദ്യം കഴിക്കാനോ കൊടുക്കാനോ ആയിട്ട് സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇട്ടു. എന്നിട്ട് നമ്മുടെ ചിക്കൻ കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഇത് അടച്ച് വെച്ചിട്ടൊക്കെ വേവിക്കാം. പക്ഷേ ഓൾറെഡി ഈ ചപ്പാത്തി ഫുഡ് ആയിട്ടുണ്ടായത്. ഇനിയിപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കരിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സമയം തീരെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുക, ഒന്ന് ഇറുക്കി കൊടുക്കണം കേട്ടോ. അതായത് ആ ചീസും രണ്ട് സൈഡും ആ ചീസിൽ അങ്ങ് മെൽറ്റായിട്ട് അതിങ്ങനെ എന്താ പറയുക അങ്ങോട്ട് ഒട്ടിയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് പറ്റാണ്ടായിട്ട് അവസാനം ഞാൻ നമ്മുടെ ഇടികല്ലില്ലേ, അതായത് ചതയ്ക്കുന്ന കല്ലില്ലേ, ആ കല്ലെടുത്ത് മേളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ല പെർഫെക്റ്റായിട്ട് നല്ലതായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 2 പീസായിട്ട് ഇത് കട്ട് ചെയ്തിട്ടായിരിക്കും വെക്കുന്നത്. കണ്ടോ, ഇടികല്ല് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് നന്നായിട്ടങ്ങ് പ്രസ്സായി ആ ചീസ് മെൽറ്റ് ചെയ്ത് 2 സൈഡിലും ഇങ്ങനെ പിടിക്കും. അപ്പം നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ചപ്പാത്തി വെച്ച് കഴിഞ്ഞാൽ 4 പീസ് ഉണ്ടാവും. അല്ലെങ്കിൽ 2 പീസൊക്കെ പിയ കഴിക്കും, പിന്നെ ബാക്കി ഫ്രണ്ട്സിനും കൊടുക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോഴേക്ക് എൻ്റെ അടുത്ത് ഏട്ടൻ പറഞ്ഞു, ഇനി നീ വേഗം പൊക്കോ, കാരണം സമയം പോയി, സാരി ഉടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കടുക് ഞാൻ പൊട്ടിച്ചോളാം, ഫോർ കടല പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ. നമുക്ക് പരിഭവവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതങ്ങനെയാണല്ലോ, കുറേ വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ തമ്മിലുള്ളൊരു ബോണ്ടിങ് ഭയങ്കരമായിട്ട് കൂടും. ഞാനും ഏട്ടനുമായിട്ട് അങ്ങനെയാണ്. ഇപ്പോഴുള്ള ഒരു ബോണ്ടിങ് ആയിരുന്നില്ല തുടക്കത്തിൽ. നമുക്ക് സ്വാഭാവികമായിട്ടും കല്യാണം കഴിച്ച് കഴിയുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളും അടിപിടി വെട്ടുകുത്ത് കൊലപാതകമൊക്കെ നടക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് വൺസ് നമ്മളൊന്ന് സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ബോണ്ടിങ് ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ. അങ്ങനെ അത്രയൊരു സൗഹൃദം അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അത്രയും ഞാൻ ഓപ്പണപ്പായിട്ട് പറയുന്ന വേറൊരാളില്ല. ഞാൻ പൊതുവെ ഒരു തുറന്ന പുസ്തകമാണ്. പക്ഷേ എങ്കിൽ പോലും ഹസ്ബൻഡിൻ്റെ അടുത്താണ് എന്ത് കാര്യങ്ങൾ എനിക്ക് ജസ്റ്റ് വേഗം വന്ന് പറഞ്ഞോളാനുള്ളൊരു ഇതാണ്. അത് നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്നൊരു ബോണ്ടിങ് ആണ്. അത് ഭയങ്കര മാജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, കടലക്കറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ബോണ്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞത് അല്ലേ, ടോപ്പിക്കിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ കരങ്ങൾ ഏട്ടൻ്റെയാണ്. അപ്പം ഏട്ടൻ അതിന് കടുക് വറുത്തോളാം, എന്നോടത്ത് പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പോയി. പിന്നെ വേഗം കുളിച്ച് റെഡിയായി കഴിഞ്ഞിട്ട് സാരി ഉടുത്ത് പോകണം. സാരി ഉടുക്കുമ്പം ശരിക്കും പെട്ടെന്ന് എനിക്ക് ഉടുക്കാൻ പറ്റും, എങ്കിൽ പോലും എനിക്കൊരു സ്ട്രെസ്സാണ്. ഇൻ കേസ് ആ പ്ലേറ്റ് കിട്ടിയില്ല, അത് പാളിയാലോ, അങ്ങനത്തേക്കുള്ളൊരു ടെൻഷനാണ്. പിന്നെ നമുക്ക് ഈ ട്രെയിനിലാണെങ്കിലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനൊക്കെ സാരി ഉടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവോ, ഒരു കംഫർട്ട് ഒരു ഇതല്ല. പക്ഷേ നമ്മൾ സൽവാർ ഇടുകയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. നമുക്ക് ഷോളൊക്കെ എടുത്ത് പുതച്ച് മൂടി കണ്ണൊക്കെ പൊത്തി അങ്ങനെയൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. ഞാനാണോ എന്ന് ആർക്കും മനസ്സിലാവില്ല, കിടക്കുന്ന കാണുമ്പോൾ അത്രയ്ക്ക് ഇതായിരിക്കും. അപ്പോൾ അതേ കടുകും ഒക്കെ പൊടിച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പോയി കുളിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പം എന്താണെങ്കിലും രാവിലെ ആണെങ്കിലും ഏട്ടൻ നമ്മൾ ഈ ചെയ്യുന്ന സമയത്തൊന്നും എണീറ്റ് വിളിക്കാറോ അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവാറില്ല. ആൾക്ക് മനസ്സിലായി നമ്മളിവിടെ തന്നെ ഉണ്ട്, പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ അതേ കുളിച്ച് വന്ന് പെട്ടെന്ന് സാരി കൊടുത്തു.
ഞാൻ പറഞ്ഞില്ലേ ഈ പ്ലീറ്റ്സ് അമ്മ എടുത്ത് തരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. റെഡിമെയ്ഡ് പോലെ എനിക്ക് റെഡിമെയ്ഡ് സാരി ഉടുക്കുന്ന പോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ദേ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. എനിക്ക് രാവിലെ തല കുളിക്കൽ നിർബന്ധമാണ് കേട്ടോ. എനിക്കത് പണ്ടേ നമ്മളങ്ങനെ ശീലിച്ചുകൊണ്ടായിരിക്കാം. ഈ വൈകുന്നേരം പോയിട്ട് കുളിച്ച് അങ്ങനെ ഒരുപാട് പേരുണ്ട് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും രാവിലെ കുളിക്കുന്നത്, തല കുളിച്ച് പിന്നെ നമ്മൾ യാത്ര ചെയ്യേണ്ടേ തണുപ്പൊക്കെ അടിക്കുമെന്ന് വെച്ചിട്ട്. പക്ഷേ എനിക്ക് രാവിലെ തന്നെയാണ് കംഫർട്ടബിൾ. വൈകുന്നേരം വന്നാൽ എനിക്ക് തല കുളിച്ചാൽ എനിക്ക് പണി കിട്ടും. അപ്പം ഞാൻ രാവിലെ തന്നെ തല കുളിച്ചിട്ടാണ് പോവുക. അപ്പം ദേ ഞാൻ പറയുന്നു ഏട്ടൻ്റെ അടുത്ത് ഇവിടെ ഒന്നും ക്യാമറ വെച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മേക്കപ്പും കൂടെ കാണിക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ എൻ്റെ ആംഗിൾ അത്ര ശരിയായിട്ടൊന്നുമില്ല. പിന്നെ ഉള്ളതുപോലെ അപ്പുറത്ത് ഇതേ പിയെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ആളിതൊന്നും അറിയുന്നില്ല. അപ്പം ഞാൻ ദേ പെട്ടെന്ന് റെഡിയായി. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ആ ഒരു മേക്കപ്പ് ചെയ്യുന്ന ആ ഒരു സ്പേസും ഡ്രസ്സിങ് ടേബിളും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി എല്ലാം ഒന്നുകൂടി ഒന്ന് ഓർഗനൈസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ചെയ്യാനും വലിയ സന്തോഷം. അങ്ങനെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മളിടാം. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ആദ്യം ഒരു ടോണർ, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീനും മോയ്സ്ചറൈസറൊന്നും പണ്ട് ഞാൻ കഴുത്തിലിടുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ മോയ്സ്ചറൈസർ ഇട്ടില്ലെങ്കിലും സൺസ്ക്രീൻ നന്നായിട്ട് കഴുത്തിലിടും. കാരണം എനിക്ക് പണി കിട്ടി ഗൈസ്. എനിക്ക് അവിടെ മാത്രം ടാൻ ആയി. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ ഡാർക്കനിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഡോക്ടർ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു സൺസ്ക്രീൻ എപ്പോഴും നമ്മൾ കഴുത്തിലിടണം. കഴുത്തും കാലും നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. അങ്ങനത്തെ അതും ഇട്ടു. എല്ലാം റെഡിയായി. എനിക്കിന്ന് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് നല്ല കാര്യമായിട്ട് പോകണമെന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് എൻ്റെ സമയമില്ലായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ചെയ്തു കേട്ടോ. എനിക്കിത് ഈ ഹൈ കോളർ നെക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൈ കോളർ നെക്ക് അതിനൊരു എന്താ പറയുക, ആ ഒരു ചിലപ്പം ഏതാണെങ്കിലും നമ്മൾ ആ സാരി ഉടുക്കുമ്പോഴത്തേക്കും ഹൈ കോളർ നെക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും നമ്മുടെ ഒരു ലുക്കിന്. അപ്പം അതൊക്കെ സെറ്റായി ദേ ഞാൻ റെഡിയായി ദേ പോവാണ് കേട്ടോ. അങ്ങനെ ദേ ഇന്ന് കോളേജിലെത്തി. ഫ്രഷേഴ്സൊക്കെ വന്ന ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളും ഓറിയൻറ്റേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. രാവിലെ കുട്ടികളുടെ പെർഫോമൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരെ എടുത്ത് സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ബൈ.